ഈ മരത്തെ ഒരു ചെറുതാൻ കിടപ്പുണ്ട് കേട്ടോ. ഇതൊരു ഉന്നത്തിൻ്റെ മരമാണ്. ഉന്നം. ഇതാണ് പൂടപ്പുരം. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സാധനമായിരുന്നു. എവിടെ നിന്നൊന്നും അറിയത്തില്ലാണ്ടല്ലേ. എൻ്റെ പേര് പോലും അറിയത്തില്ല. അത് കൂട്ടായിട്ട് നിൽക്കുകയാണ് കുറേ മീൻ. ഹായ്, നമ്മളിന്ന് ഡാമിൽ നിന്ന് ചൂണ്ടിട്ട് നോക്കാൻ വേണ്ടി പോകണേ. മണ്ണേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ ആന വരുന്ന വഴി കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഒരു 5-10 മിനിറ്റേ ഉള്ളൂ ഡാമിലേക്ക്. ഇത് നമ്മൾ എന്നും പോകുന്ന വഴിയല്ല കേട്ടോ. ഇത് വേറൊരു വഴിയാണ്. നമ്മുടെ കൊടുത്തതാ ഇവന്മാരും വരുന്നുണ്ടേ. ഇതുണ്ടോ വഴി കൂടെ എല്ലാം നിറയെ പാലപ്പൂ വീണ് കിടക്കുകയാണ്. നോക്കി എന്തോരം നല്ല അലങ്കരിച്ചിട്ടിരിക്കുക വഴിയൊക്കെ. നല്ലൊരു മണം കേട്ടോ ഈ പാലയുടെ പൂവിനെ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം നിറയെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഈ ചീവീടുകളുടെ സമയമാണ്. അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ചീവീടുകളൊക്കെ കറന്നേക്കാം. ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറൊരു സൂത്രം കാണിച്ചത്. ഇതുകൊണ്ട് ഈ മരത്തെ ഒരു ചെറുതാൻ കിടപ്പുണ്ട് കേട്ടോ. ഇതൊരു ഉന്നത്തിൻ്റെ മരമാണ്. ഉന്നം. ഈ തൂമ്പാടെ കൈക്കൊക്കെ പിടിയിടുന്നില്ലേ, അത് ഇതിൻ്റെ തടി വെച്ചാൽ കേട്ടോ. നല്ല ലെവലായിരിക്കും. ഇതുകൊണ്ടോ തേനിരിക്കുന്നത് ചെറുതേനാണ്. ഇത് ഈ കാട്ടിലെ പൂമ്പൊടിയൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഔഷധമായിരിക്കും കേട്ടോ. മരുന്നിനാണ് കൂടുതലായിട്ട് ഈ തേന ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല വിലയാണ്. 2500-3000 രൂപയൊക്കെ വില വരും കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ തേനിരിപ്പുണ്ടേ. കാട്ടിൻ്റെ അടുത്ത് തേനിരിപ്പുണ്ട്. 2-3 കിലോ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഇതുകൊണ്ട് ഇതാ കേട്ടോ തീത്തൊണ്ടി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഈ പരിപ്പ് വറുത്തതിനാളെന്ന് പറഞ്ഞേക്കാവേ. ഇതിൻ്റെ പരിപ്പ് ഈ മലണ്ണാൻ കടിച്ച് തിന്നാ കേട്ടോ. ഇത് മുഴുവനായിട്ടും ഇല്ല, ഏകദേശം ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു വലിയ മരം ഇവിടെ നിൽപ്പുണ്ടേ. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അത്. അങ്ങനെ നമ്മളിതാ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഡാമെന്ന് വെച്ചാൽ ഇവിടുന്ന് വെള്ളം ഇറങ്ങി പോയതാണ് കേട്ടോ. അതുകൊണ്ട് ആനപ്പുണ്ട് കിടക്കുന്നുണ്ടോ. കുറേ പഴയതാണ്. ഇതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ടേ. ഇതിപ്പോൾ ചെറിയൊരു തോടായിട്ട് നിൽക്കുകയാണ്. അങ്ങ് താഴെ കേട്ടോ വെള്ളം കിടക്കുന്നത്. ഇതുകൊണ്ട് വേറെ സാധനം. ഇതാണ് പൂടപ്പുരം. പഴമൊന്നുമില്ല കേട്ടോ. പഴമെല്ലാം ഈ ഉണ്ടാകുന്നതെല്ലാം പക്ഷി കൊത്തി തിന്നുക. ഞാൻ എപ്പോഴും വന്ന് നോക്കും. പക്ഷെ പഴം ഒരെണ്ണം പോലും കിട്ടത്തില്ല. ഉണ്ടാകുന്ന അപ്പോൾ തന്നെ പക്ഷി കൊണ്ടുപോകുക. ഫുള്ള് പച്ചയാണ്. ഏകദേശം ഒരു പാഷൻ ഫ്രൂട്ടില്ല, അതിൻ്റെയൊക്കെ ടേസ്റ്റായിട്ട് വരുന്നത്. ഇതുകൊണ്ട് അടുത്തൊരു സാധനം നിൽക്കുന്നുണ്ടോ, ഞൊട്ടായോടെയും. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ എല്ലാം. ഇത് വെള്ളം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നല്ല ഫലഭൂഷ്ടായിട്ടുള്ള മണ്ണല്ലേ. ഈ എക്കലും ചെളിയെല്ലാം അടിഞ്ഞിട്ട് നല്ല വളമുള്ള മണ്ണാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇഷ്ടംപോലെ. അപ്പോൾ നല്ല തഴച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല പാവലോ പയറാക്കി ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ. ഈ ഞൊട്ടാടേന് ഇപ്പോൾ നല്ല വില ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കാം. അതിൻ്റെ വെള്ളം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങ് താഴെ വെള്ളം കിടക്കുന്നത്. അത് പപ്പായൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അടുത്ത സാധനം. ഇത് ഭയങ്കര ശല്യമായിട്ടുള്ള സാധനം കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ മൊത്തം ഉണ്ട്, നിറയെ ഉണ്ട്. ഇത് വല കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലയിലേക്ക് ഈ സാധനം എല്ലാം കയറി പിടിക്കുക. ഇത് പോകത്തില്ല. ഇത് ഒരുതരം മുള്ളു പോലെ ഇരിക്കും കേട്ടോ. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സാധനമായിരുന്നു. എവിടെ നിന്നൊന്നും അറിയത്തില്ലാണ്ടല്ലേ. എൻ്റെ പേര് പോലും അറിയത്തില്ല. ഒരുപാടുണ്ട്. വല കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല കളഞ്ഞാൽ മതി. നമ്മൾ ഒരുക്കി കിടക്കണ വലിയ പാടാണ്. വെള്ളം കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ട് വല കിട്ടുമല്ലോ. അപ്പോഴാണ് പണി വരുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാം കുറേ പൊടിമീൻ നിറപ്പുണ്ടേ. കുറേ കണഞ്ഞനും പരലും അങ്ങനെ കുറേ ചെറിയ മീനുകളാണ് കേട്ടോ. ഇതുകൊണ്ട് ചീവീടിൻ്റെ സൗണ്ട് കേട്ടോ. എന്നാ സൗണ്ടാണ് ഇതിന് പറയുന്ന കാനം മുഴയ്ക്കുന്ന കേട്ടോ. ഒരു കാനം മൊത്തം മുഴക്കി കളയും. ഇമാരെല്ലാം ഒരുമിച്ചിരുന്ന് ഒറ്റ കാർച്ചയാണ്. ഇതുകൊണ്ട് വെള്ളം ഇത്ര ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഒക്കെ ഇറങ്ങുമേ. അപ്പോഴത്തേക്ക് മഴ പെയ്യും. വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇറങ്ങത്തില്ലേ. നമുക്കൊന്ന് ചൂണ്ടിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ മീനുകളെല്ലാം താഴോട്ട് കൂട്ടോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ചൂണ്ടിടാൻ വന്നാൽ പക്ഷേ ചൂണ്ടിട്ടിൽ നിന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ത് മീനാണെന്നുണ്ടോ, കുറേ പരൽമീനുകളാണ്. ഇതെല്ലാം കൂട്ടോട്ട് ഇറങ്ങിപ്പോയി. നമ്മളപ്പോൾ താഴെ ഒരു വല വെച്ചേ, കോരുവലുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, അതങ്ങ് വെച്ചിരിക്കുക. അപ്പോൾ കയറുന്ന മീനടുത്ത് കയറിക്കോട്ടെ. ഇനി വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ടേ ചൂണ്ടിടാനായിട്ട് വലിയ കാര്യമായിട്ട് മീനൊന്നും കാണുന്നില്ല ഇവിടെ. മീനുകളൊക്കെ ആഴത്തിലേക്ക് ഇറങ്ങി പോയെന്ന് എനിക്കുന്നു കേട്ടോ. അപ്പോൾ ചൂണ്ടിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പരൽമീനെ പിടിക്കാം.
ഇതുകൊണ്ട് വെളിയിൽ നിന്ന് മീനുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ. പള്ളത്തിയുണ്ട്, കണഞ്ഞനുണ്ട്, അങ്ങനെ കുറേ മീനുകളൊക്കെ കേട്ടോ ഉണ്ട്. പക്ഷേ വല കണ്ടിട്ട് കമ്പന്മാർ നേരെ തിരിച്ച് മുകളിലേക്ക് ഒരുക്കുവാണേ. വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം വന്ന് വീണായിരുന്നു. ഇതുകൊണ്ട് ഇവിടേക്ക് ഒരു ഇളക്കം മാത്രമുള്ള അത്ര മീനാണ് ഉണ്ട്. വരയ്ക്കകത്ത് അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്ര മീൻ കയറിയിട്ടുണ്ട്. കുറേയൊക്കെ കരക്കോടെ ചാടിപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ വീശലുണ്ടായിരുന്നു കേട്ടോ, അത് കീറിയിട്ടാണ് ഈ വല കെട്ടിയത്. കൊരുവലേ വീശല മൊത്തം കീറിപ്പോയായിരുന്നു കേട്ടോ. കീറിപ്പോകാനും കുഴപ്പമില്ലായിരുന്നു. അത് കെട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു. അതായത് വീശിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു അവിടെ. അവിടെ ചെറിയ തീരെ ചെറിയ മീനെ കടക്കോടെ ചാടിപ്പോവേ, പിന്നെ വലിയ മീനെ കടന്നോളൂ. വെള്ളം തീരെ കുറവായതുകൊണ്ട് കേട്ടോ മീനെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇതിനകത്ത് കൂട്ടമായിട്ട് നിൽക്കുകയാണ് കുറേ മീൻ. ഇവിടുന്ന് വെള്ളം ഇറങ്ങിപ്പോയിട്ട് അതേ ആയില്ല കേട്ടോ, ഒരു ദിവസം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും മീൻ കൂട്ടമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. എല്ലാം ഓടി നടക്കണം ചാടിപ്പോകാൻ വേണ്ടി. ഇത് ഡാമിലേക്ക് ഒരുപാടുള്ള മീനാണ് കേട്ടോ, കണഞ്ഞാനും പള്ളത്തി അങ്ങനെയുള്ള മീനൊക്കെയാണ്. ഇടയ്ക്ക് വരാനും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വല പൊക്കി കുറേ മീൻ എടുത്തായിരുന്നേ, ഇത് രണ്ടാമത് കയറി മീനാണ് കേട്ടോ. അതുകൊണ്ട് വലിയ വരാലൊക്കെ കിടപ്പുണ്ട്. എനിക്ക് ഉള്ളതെല്ലാം നല്ല വലിയ വരാലാണ്. തൊടുത് നമുക്ക് ആദ്യം കിട്ടിയ മീനുകളാണ്. നമുക്ക് ഇങ്ങോട്ടേ കുടഞ്ഞിടാം. കേട്ടോ നല്ല മുഴുത്ത വരാല കേട്ടോ, പിന്നെ ചേറുണ്ട്. ഉണ്ടോ നല്ല അടിപൊളി സാധനം. ഇതുകൊണ്ട് ഇതൊരു ചെറിയ പൂളനാണ്. അപ്പോൾ നമുക്കിതാ ഇന്ന് ആവശ്യത്തിലുള്ള മീനെ കിട്ടും കേട്ടോ. ചൂണ്ടിടാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ടിട്ടാലും നമുക്ക് ഇത്ര മീനൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മളിതാ വീട്ടിലേക്ക് പോവാണേ. നമ്മളിത് ഈ കയത്തിൽ നിന്നാട്ടോ മീൻ പിടിച്ചത് അല്ലേ. ഇത് വെള്ളം തീരെ കുറവാണ്, അതുകൊണ്ടാണ് മീനെല്ലാം ഇറങ്ങിപ്പോകുന്നത്. അത്ര മീനുകൾക്ക് ഇതിനകത്ത് നിൽക്കാനുള്ള സാഹചര്യം ഇല്ല, എല്ലാം ഡാമിലേക്ക് തിരിച്ചിറങ്ങി പോകുന്നതാണ്. അപ്പോൾ നമുക്കിതാ പുതിയൊരു വീഡിയോ കേട്ട് പിന്നെയും കാണാവേ. നമ്മളപ്പം വീട്ടിലേക്ക് പോവാണ്.